എടോ ഈ പച്ചമാങ്ങയുടെ ജാമിന് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ എടുത്തിട്ട് അച്ചാറിടണ്ടിരുന്നില്ല. വീട്ടിലത്തെ പച്ചമാങ്ങ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ്ട് ട്രൈ ആക്കിക്കോ. വെറും രണ്ട് ഇൻഗ്രീഡിയന്റ് മതിയോടോ ഇതിന്. അപ്പൊ നല്ലൊരു പച്ചമാങ്ങ എടുത്തിട്ട് അത് കുക്കറിലിട്ടിട്ട് 2 വിസിലാവണ വരെ വേവിച്ചെടുക്കുക. എന്നിട്ട് അതിന്റെ തോല് കളഞ്ഞിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ നിരടി കൊടുക്കുക. കൈ കൊണ്ട് തന്നെ നേടണം. എന്നിട്ട് അതിന്റെ സീഡ് അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളെ മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എന്റെ ഇളക്കുക. എന്റെ വീട്ടിലെ പച്ചമാങ്ങ കഴിഞ്ഞിരിക്കണു. അപ്പൊ ഞാൻ ആകെ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ. അതാണ് കേട്ടോ ഇത്ര കുറച്ച്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ലൂസായിട്ട് വരും. അപ്പൊ നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഇതങ്ങനെ കുറുക്കി എടുക്കുക. പിന്നെ ഇതിനൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ഡ്രോപ്പ് ഫുഡ് കളർ കൂടി ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കുക. ഇത്രയുള്ളൂ, സംഭവം റെഡിയായി. ഇനി വല്ല ബ്രെഡോ ചപ്പാത്തിയോ ഒക്കെ എടുത്തിട്ട് ഇത് അതിന്റെ മേലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടല്ലോ. ഒടുക്കത്തെ ടേസ്റ്റാ. നമ്മളെ വീട്ടിലൊക്കെ മാങ്ങ ഇങ്ങനെ വേസ്റ്റ് ആയി പോകണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. നമുക്ക് എത്ര നാൾ വേണേലും ഇത് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.